ഒരു പറ്റം നല്ല ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കി ദൃശ്യം എന്ന ഒരു മാസ്റ്റർ സ്ട്രോക്കിലൂടെ ശരിക്കും മലയാളികളുടെ ഒരു ദൃശ്യ അപ്രീസിയേഷൻ ഓഫ് സിനിമ അതിൻ്റെ ഒരു നിലവാരം തന്നെ സാർ മാറ്റിമറിച്ചു. ഇപ്പോൾ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ സംവിധാനം ചെയ്തു, ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് സാറിന് ഒരു പക്ഷേ ലാലേട്ടൻ്റെ ഒരു ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ ആ സ്റ്റാർ എന്നൊരു ഒരു ഒരു എഫക്റ്റ് ആദ്യം ഉണ്ടായിരുന്നിരിക്കും. അഫ്കോഴ്സ് അത് കഴിയുമ്പോഴത് ഒരു പേഴ്സണൽ ഇക്വേഷൻ വന്നു കഴിയുമ്പോൾ അത് മാറും. പക്ഷേ പ്രണവ് മോഹൻലാൽ അങ്ങനെയല്ലല്ലോ. പ്രണവ് മോഹൻലാൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ എലൂസീവായ ഒരു ക്യാരക്ടറാണ്, ആർക്കും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രണവ് മോഹൻലാലിനെ സംവിധാനം ചെയ്യുമ്പോൾ? അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ പ്രണവിനെ സംബന്ധിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണവ് ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾ 2 പടം എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഓൾറെഡി ഞങ്ങൾ തമ്മിലൊരു എന്താ പറയുക നല്ലൊരു റാപ്പോ ഉണ്ട്. പിന്നെ പ്രണവിൻ്റെ ക്യാരക്ടർ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയി. ഇപ്പം എനിക്ക് തോന്നുന്നു സോഫാർ ഇപ്പോൾ ആ ഒരു ഇത്രയും വലിയൊരു എന്താ പറയുക ഇന്ത്യ മുഴുവൻ ഫേമസ് ആയ കേരളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ആരാധിക്കുന്ന ഒരു വലിയൊരു മഹാനടൻ്റെ മകൻ. പക്ഷെ അതൊന്നും പുള്ളിയെ ഒട്ടും ചെയ്തിട്ടില്ല. പുള്ളിയുടേതായ ഒരു ഐഡൻറ്റിറ്റി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അത് പ്രത്യേകിച്ച് ആ ഒരു പ്രായത്തിൽ അവൻ വളർന്നു വരുന്ന ഒരു സൊസൈറ്റി, ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥയിൽ ആ ഒരു അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ പോകുക എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഞാനും എപ്പോഴും വളരെ ലോ പ്രൊഫൈലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ബേസിക്കലി ഞാനൊരു കൃഷിക്കാരൻ്റെ കുടുംബത്തെ, ഓഫ് കോഴ്സ് ഫാദർ പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്ന എംഎൽഎക്ക് ആണെങ്കിലും ബേസിക്കലി ഞങ്ങളൊരു കൃഷിക്കാരൻ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് കൂടുതൽ ഇഷ്ടം തോന്നി. കൂടുതൽ കാരണം എവിടെയോ ഞങ്ങൾ തമ്മിൽ ഒരു ജീവിതത്തെ കാണുന്ന അതിൻ്റെ കാഴ്ചപ്പാട് സെയിമാണെന്ന് തോന്നി. അവനും കൂടുതൽ ബസ്സുകളിലും യാത്ര ചെയ്യാനും വളരെ സാധാരണക്കാരായിട്ട് ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓഫ് കോഴ്സ് ഇനിയിപ്പോൾ ഒരു സ്റ്റാർ ആയി കഴിയുമ്പോൾ അത് പ്രാക്ടിക്കലി നടക്കില്ല. എന്താണ് ഒരു എക്സ്പെക്ടേഷൻ, ഒരു മുന്നോട്ട് കാണുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്രേക്ഷകരോട് അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് എന്താണ്? നമുക്ക് പ്രേക്ഷകരെ അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഓൾറെഡി എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ ഞാനൊരു ഡിറ്റക്റ്റീവിൽ തുടങ്ങി, മമ്മി ആൻഡ് മീ ചെയ്തു. അത് കഴിഞ്ഞ് മൈ ബോസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ വന്നു. അത് കഴിഞ്ഞ് അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് ദൃശ്യം വരെ വന്നു. ദൃശ്യം വന്നപ്പോഴത്തേക്കും അത് വേറൊരു ഹൈറ്റ്സിലേക്ക് പോയി, വേറൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. ആ ബെഞ്ച് മാർക്കാണ് ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ ഞാനത് കഴിഞ്ഞ് ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് എന്ത് തന്നെയാണ് വേണേലും അതിൻ്റെ റിസൾട്ട് എന്ന് ബോക്സ് ഓഫീസ് കളക്ഷനോ അതിൻ്റെ റിസൾട്ട് എന്ന് തന്നെ ആയിക്കോട്ടെ, ടോട്ടലി ഡിഫറെൻറ്റ് സിനിമയാണെന്ന് ഓർത്ത് ബോധപൂർവ്വം ചെയ്തൊരു പടമാണ്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ എൻ്റെ സിനിമകളെ ദൃശ്യം വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് ഭയങ്കര ഒരു ഇതാണ്. കാരണം ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇപ്പം മനഃപൂർവ്വം അങ്ങനെ എഴുതായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ പടവും ദൃശ്യം പോലത്തെ സക്സസ് ഒരു ഫോർമാറ്റിൽ ചെയ്തേനെ. അതൊന്നുമില്ല. നമ്മൾ എഴുതുന്നു, നമ്മുടെ ചില കാൽക്കുലേഷൻസിൽ നമ്മൾ സിനിമ ചെയ്യുന്നു. അതിനകത്ത് എന്താ പറയുക, ചിലയിടത്ത് നമുക്ക് പാളിച്ച പറ്റാം. ഒരിക്കലുമില്ല, ഒരു പടവും ഇല്ല. ഇപ്പം മൈ ബോസ് എടുത്തപ്പോഴും ഇതൊരു നല്ല സിനിമയായിരിക്കും, ഹ്യൂമറൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. മെമ്മറീസ് എടുത്തപ്പോൾ ആക്ച്വലി ടെൻഷനായിരുന്നു. അത് റിലീസ് ചെയ്യുന്ന ടൈം വെച്ച് ഇങ്ങനത്തെ ഒരു ത്രില്ലറൊക്കെ മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും, അതും കുറേ ഹ്യൂമർ സിനിമകളുടെ ഇടയ്ക്കൊണ്ട് റിലീസ് ചെയ്യുന്നു. ഒന്നും തോന്നില്ല, വളരെ കൂളായിട്ട് ആ പടം നല്ല വരുവാൻ ഹിറ്റായി. ദൃശ്യം വന്നപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു നല്ല സിനിമയാണ്. പക്ഷെ അന്ന് തന്നെ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ആന്റണി പെരുമ്പോരാണെങ്കിലും പലരും ചോദിച്ചു. അതാ പറഞ്ഞാൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും ഭയങ്കര പേടിച്ചിരുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ഓഗസ്റ്റ് 2 എന്ന് പറയുന്നു, അതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഒരു ആവർത്തന വിരസത ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ എല്ലാവരും പേടിച്ചാണ് അതിനെ കണ്ടത്. പക്ഷെ അത് വലിയൊരു ഇതായി മാറി, ഒരു സെൻസേഷനായി മാറി ഓഗസ്റ്റ് 2 എന്ന് പറയുന്നത്, ആ ട്രാവലും ഒക്കെ. അപ്പോൾ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊരു റൈറ്ററുകൂടെ ആയിട്ട്, വലിയ റൈറ്റർ എന്നല്ല, പിന്നെ ഒരു സിനിമയ്ക്ക് തിരക്കഥ ചെയ്യുന്ന ഒരാളുടെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചില കഥകൾ വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് പല ആസ്പെക്റ്റ് വെച്ചിട്ടായിരിക്കും. പക്ഷേ ഞാൻ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ പരീക്ഷണങ്ങൾ നടത്തി ഒരുത്തന്നെ നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനെപ്പോഴും അത് സേഫ് ഗാർഡ് ചെയ്യാൻ നോക്കിയത്, ഒരു പ്രൊഡ്യൂസറുടെ ഇത് സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് ഞാനെപ്പോഴും ശ്രമിക്കാറുണ്ട്. കാരണം എനിക്ക് എന്ത് തോന്നിയാസവും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലവരും നശിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പം പ്രണവിനെ വെച്ച് ചെയ്യുന്ന സിനിമ അതൊരു എൻ്റർടൈനറാണ്, അതൊരു എക്സ്ട്രാ ഓർഡിനറി കഥയോ. ഇപ്പം ചിലർ എവിടെയോ ഒരു മീഡിയയിൽ ആരാണ്ട് എഴുതി ത്രില്ലർ ആണ്, മെമ്മറീസ് പോലത്തെ ത്രില്ലറാണ്, സീരിയൽ കില്ലർ. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ചിലർക്ക് അറിയേണ്ടത് ദൃശ്യം പോലത്തെ പടമായിരിക്കും. ഞാൻ ഒരിക്കലും അല്ല, ദൃശ്യം കഴിഞ്ഞു, ഇത് വേറൊരു പടം.
പിന്നെ എല്ലാവരും എൻ്റെ സിനിമയെ ത്രില്ലർ എന്ന ഒരു ഇത് ചെയ്യുന്നത്. പിന്നെ എവിടെയൊക്കെയോ ഞാൻ ചെയ്യുന്ന പടത്തിന് ആ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫ്ലേവർ, അത് ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണറിനോട് ഒരു മമത കൂടുതലുണ്ടോ? അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഓരോരുത്തർക്കും ഓരോ ഏരിയയിൽ എഴുതാൻ എളുപ്പം കാണുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ചിലർക്ക് ഹ്യൂമർ എഴുതാൻ ഭയങ്കര എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടും സിനിമകൾ കാണാൻ, ഇപ്പം എൻ്റെ ഒരു വീഡിയോ ലൈബ്രറി ചെന്നിട്ട് എന്നോട് കുറച്ച് സിനിമകൾ കാണാൻ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ആദ്യം ചെല്ലുന്നത് സസ്പെൻസ്, ആക്ഷൻ, മിസ്റ്ററി, അതിലേക്കാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹ്യൂമറും എനിക്കിഷ്ടമാണ്. ഇനി ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തു, എൻ്റെ ഫേവറേറ്റ്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മി ആൻഡ് മീം, ലൈഫ് ഓഫ് ജോസൂട്ടി. കാരണം ജീവിതം, ഒരു ലൈഫ് ഉണ്ട് അതിനകത്ത്. മറ്റേതൊക്കെ നമ്മൾ എഴുതി ചുമ്മാ ഉണ്ടാക്കിയത്, നമ്മൾ എവിടെന്നെങ്കിലൊക്കെ ഇൻസ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ എഴുതി നമ്മൾ കാണുന്ന ആൾക്കാരാണ് ചുറ്റും. അതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇതിന് ഓഫ് കോഴ്സ് ദൃശ്യത്തിനകത്ത് തന്നെ വെച്ചാൽ അതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിനകത്ത് എന്താ പറയുക, ഒരു വല്ല അതങ്ങനത്തെ ഒരു എല്ലാം ഒരു പെർഫെക്റ്റ് ബ്ലെൻഡായി വന്ന, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വന്ന ഒരു സ്ക്രിപ്റ്റാണ് ദൃശ്യത്തിൻ്റെ. ഞാൻ നോക്കിയിട്ടൊരു നമ്മളത് സിനിമയാണെന്നൊക്കെ മറന്ന് നമ്മൾ അതിലേക്ക് അങ്ങ് എൻ്റർ ചെയ്ത് പോകുന്ന ഒരു അത് ഈ എന്നോട് സംസാരിക്കുന്ന, ഈ സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അവർ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എഴുന്നേറ്റ് നിന്ന് മറ്റേ ബോഡി എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് പോയ ആളാണ്. ഇതുപോലെ ഒത്തിരി പേര് ഓരോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാനിത് എഴുതുകയും പലതവണ കാണുകയും ചെയ്തുകൊണ്ട് എനിക്ക് ഒരിടത്തും അങ്ങനെ ഒരു ഫീൽ ആവും, എക്സെപ്റ്റ് ഒരു സ്ഥലം. ഇപ്പോഴും അത് കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഗൂസ് ബംസ് വരും. അതിൻ്റെ മ്യൂസിക്കിൻ്റെയും കൂടെ പ്രത്യേകതയാണ്, അനിൽ ജോൺസൻ്റെ മ്യൂസിക്കിൻ്റെയും കൂടെ പ്രത്യേകതയാണ്. ആ സോങ്ങിനകത്ത്, രണ്ടാമത്തെ സോങ്ങിനകത്ത് ആ പെങ്കൊച്ചിൻ്റെ അടുത്തേക്ക് പോലീസ് ജീപ്പ് കയറി വന്ന് ISI വന്ന് വഴി വയ്ക്കാൻ ശരിക്കും ആ എൻ്റെ ഒരു സിനിമയുടെ കോൺസെപ്റ്റാണത്. അത് ഇപ്പോഴും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്. എനിക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു എവിടെയൊക്കെയോ നമുക്ക് ഗൂസ് ബംസ് വരും. അതല്ലാതെ അതിൻ്റെ വേറെ ഒരു ഏരിയയിലും എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്തോ, പക്ഷേ അത് സിനിമ കണ്ടവർക്കൊക്കെ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. അത് ആ സ്ക്രിപ്റ്റ് നന്നായി വന്നുകൊണ്ടാണ്. ആക്ച്വലി അതൊരു സ്ക്രിപ്റ്റ് ബേസ്ഡ് ആണ് ആ സിനിമ.